ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഹല്ലേലൂയ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിച്ചു. അങ്ങനെ നമ്മൾ ഹല്ലേലൂയ ദിവസത്തിൽ നിന്ന് ഇതുവരെയും അനുഗ്രഹത്തോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഹല്ലേലൂയ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ ചിന്തിക്കുവാൻ വേണ്ടി അതിനാധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. നമുക്ക് വളരെ സുപരിതമായ പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 13-ാമത്തെ വാക്യം ശബ്ദുയർത്തി വായിച്ചു. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള സ്തോത്രം, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വിഷയം പ്രശ്നങ്ങളും പരിഹാരങ്ങളും, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. സ്തോത്രം. ഹല്ലേലൂയ. നാം വളരെ കേട്ടിട്ടുള്ള, വളരെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, നമ്മൾ സൺഡേ സ്കൂൾ മുതലേ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങളൊക്കെ. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് പല പ്രശ്നങ്ങളെ നമ്മൾ നേരിടാറുണ്ട്. സ്തോത്രം. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഹല്ലേലൂയ ഒരു പരിഹാരം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ നാം ഏൽപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിലും നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ പക്കൽ ഒരു പരിഹാരമുണ്ട്. സ്തോത്രം. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ മധ്യത്തിലെല്ലാം ഹല്ലേലൂയ നമ്മുടെ ബുദ്ധിയിൽ തെളിയുന്ന പരിഹാരങ്ങൾ ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നാം അറിയാത്ത ചില മേഖലകളിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും അത് നാം ഹല്ലേലൂയ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നാം കാത്തിരിക്കാറില്ല. സ്തോത്രം. ഇവിടെ വായിച്ച വാക്യം ഹല്ലേലൂയ, ആ വാക്യത്തിൽ ഒരു പ്രശ്നവുമുണ്ട്, അതിന് ദൈവം വെച്ച പരിഹാരവും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രശ്നം എന്താണ്? നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യൻ. അപ്പോൾ ആ വാക്യത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഇസ്രായേലിനാണ്. സ്തോത്രം. ഇനി എന്താ പരിഹാരം? ഹല്ലേലൂയ അവിടെ തന്നെ പറയുന്നു, ഇനി ഒരു നാളും നീ അവനെ കാണുകയില്ല. ഇപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നെ കൊല്ലുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ഓടിയെടുത്തു വരുന്ന മിസ്രയീമ്യനാണെങ്കിൽ, നിന്റെ പ്രശ്നം അതാണെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പരിഹാരം നീ അവനെ മേലാൽ കാണുകയില്ല എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ രാത്രി സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, അത് സാമ്പത്തിക വിഷയങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തിലെ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ നിങ്ങളുടെ ശാരീരികമായ ക്ലേശങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളെ മാനസികമായി തകർക്കുന്ന വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഒരു പ്രശ്നമായി നിങ്ങൾ ചിലതിനെ കാണുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവാത്മാവ് പറയുന്നു, ദൈവസന്നിധിയിൽ അതിനൊരു പരിഹാരമുണ്ട്, ദൈവസന്നിധിയിൽ അതിനൊരു പോംവഴിയുണ്ട്. സ്തോത്രം. നാം എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. സ്തോത്രം. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, ഭയപ്പെടരുത്. രണ്ട്, ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നവർക്ക് ദൈവത്തിന്റെ പരിഹാരം നിങ്ങളുടെ വിഷയങ്ങളുമേൽ കാണുവാൻ തക്കൊണ്ട് കഴിയും. ഇന്ന് രാത്രികാലം എത്ര പേര് എന്നോട് ചേർന്ന്, ഈ വചനത്തോട് ചേർന്ന് ഇതൊന്ന് ഏറ്റെടുക്കുവാൻ തക്കൊണ്ട് കഴിയും? നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, ഞാൻ ആ പ്രശ്നത്തെ നോക്കി ഭയപ്പെടുകയില്ല, ഞാൻ ആ പ്രശ്നത്തെ നോക്കി ഭാരപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ആ പ്രശ്നത്തെ മേലാൽ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന പ്രശ്നത്തിന്റെ പരിഹാരം എന്നുള്ളത് താൽക്കാലിക പരിഹാരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ പെട്ടെന്ന് മറികടക്കാം എന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്നത് അതിനെ എങ്ങനെ പെട്ടെന്ന് ഓവർകം ചെയ്യാം, അതിനുള്ള ഒരു പരിഹാര മാർഗം നമ്മുടെ ബുദ്ധിക്കകത്ത് തെളിയുമ്പോൾ
ദൈവത്തിന്റെ പരിഹാരം അങ്ങനെയല്ല. നീ ആ പ്രശ്നത്തെ മേലാൽ കാണുക ഇല്ല എന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ആ പ്രശ്നം ഒരിക്കലും ഇനി നിന്നെ തേടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇതൊന്നും ഏറ്റെടുക്കുവാൻ കൊണ്ട് കഴിയും? എത്ര പേർക്ക് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് അതൊന്ന് പറയാൻ കഴിയും? ഈ പ്രശ്നത്തെ ഇനി ഞാൻ കാണുകയില്ല. ഏത് വിഷയത്തെയാണോ ഞാൻ പ്രശ്നമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തെയാണോ എന്റെ പിൻപിൽ ഓടിയെടുക്കുന്നതായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഹല്ലേലൂയ, ഇനി ആ വിഷയത്തെ ഞാൻ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമല്ല. നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇന്ന് എത്ര പേർക്ക് ഒന്ന് ഏറ്റെടുക്കുവാൻ, എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും വിഷയത്തിന്മേൽ? യെസ്, ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ആമേൻ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആത്മാവിൽ ആ വിഷയം ഏറ്റെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം മേലാൽ നിങ്ങൾക്ക് ഉണ്ടാകാത്ത വിധത്തിൽ ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് ഇന്ന് ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. 3 സംഭവങ്ങൾ ഹല്ലേലൂയ ഇതിന് മുൻപുള്ള ഹല്ലേലൂയ ഭാഗങ്ങളിൽ നിന്ന് 3 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഹല്ലേലൂയ ചിന്തിച്ചു വെക്കുന്നത് പോലെയല്ല ദൈവം അതിനുവേണ്ടി പരിഹാരം ഒരുക്കുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ബുദ്ധിയിൽ തെളിയുന്ന പരിഹാര മാർഗങ്ങളല്ല ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നാം ചിന്തിച്ചില്ലാത്ത മേഖലകളിൽ, നാം ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും വന്നിട്ടില്ലാത്ത ചില മേഖലകളിൽ കൂടെയാണ് ഹല്ലേലൂയ നമ്മുടെ വിഷയത്തിന്റെ പരിഹാരം വരുന്നത്. എത്ര പേർക്ക് ഒന്ന് ഏറ്റെടുക്കുവാൻ കൊണ്ട് കഴിയും? യെസ്, നമ്മൾ ചിന്തിച്ചതുപോലെയല്ല, നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിൽ ദൈവം അതിനു വേണ്ടി വഴിയും വാതിലും പ്രശ്നപരിഹാരവും ഒരുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നാമത്തെ വിഷയം ഹല്ലേലൂയ, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 57-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിക്കേണ്ടതിന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ 40-ാം അധ്യായത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ 41-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രശ്നത്തെ ഹല്ലേലൂയ ഫേസ് ചെയ്യുന്ന യാക്കോബിനെയും മക്കളെയുമാണ്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഭൂതലത്തിലൊക്കെയും ഒരു ക്ഷാമമുണ്ടായി. ഫെമൈൻ. ഹല്ലേലൂയ. ഭൂതലത്തിലൊക്കെയും ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൽ ഹല്ലേലൂയ സകല മനുഷ്യരും ഹല്ലേലൂയ ധാന്യത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചു ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബും തന്റെ മക്കളും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും ഇതേ പ്രശ്നത്തിലൂടെ അവർ കടന്നുപോയി. അവരുടെ മുമ്പിലും ഒരു പ്രശ്നമുണ്ടായി. എന്താണ്? ക്ഷാമം എന്ന പ്രശ്നം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം ഹല്ലേലൂയ, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഹല്ലേലൂയ ആരറിഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബും മക്കളും അറിഞ്ഞു. നമ്മൾ മരിച്ചു പോകാതിരിക്കേണ്ടതിന്, ധാന്യം ശേഖരിക്കേണ്ടതിന് വേണ്ടി മിസ്രയീമിലേക്ക് കടന്നു പോകുക. നമുക്ക് ആ ചരിത്ര ഭാഗങ്ങളെല്ലാം അറിയാം. സ്തോത്രം ഹല്ലേലൂയ. മിസ്രയീമിൽ എങ്ങനെയാ ധാന്യം ഉണ്ടായത്? 7 വർഷം കഠിനമായ ക്ഷാമം, പിന്നീട് 7 വർഷം ഹല്ലേലൂയ, സ്തോത്രം, 7 വർഷം ഹല്ലേലൂയ സമ്പൽ സമൃദ്ധി. എന്നാൽ അടുത്ത 7 വർഷം ഹല്ലേലൂയ കഠിനമായ, സ്തോത്രം, ഹല്ലേലൂയ ക്ഷാമം. ഈ 7 വർഷം ഹല്ലേലൂയ നമുക്കറിയാം, യോസേഫിന്റെ നേതൃത്വത്തിൽ ഫറവോനും കൂട്ടരും അവർ ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു. ഈ ധാന്യം ചെന്ന് മേടിക്കുവാൻ വേണ്ടിയാണ്, ഇത് ചെന്ന് ഹല്ലേലൂയ കൊള്ളുവാൻ വേണ്ടിയാണ്, സ്തോത്രം, ഇവിടെ യാക്കോബ് മക്കളോട് പറയുന്നത്. സ്തോത്രം. പ്രിയ മക്കളെ, ഞാനൊന്ന് പറയട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ദൈവം മുൻകൂട്ടി ചിലത് കണ്ടു. സ്തോത്രം ഹല്ലേലൂയ. യാക്കോബും ഹല്ലേലൂയ മക്കളും ഹല്ലേലൂയ അവർ ധാന്യം കിട്ടാതെ ഹല്ലേലൂയ, സ്തോത്രം, ദേശത്ത് ഹല്ലേലൂയ അവർ ക്ഷാമം അനുഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് വേണ്ടി ഒരുവനെ മിസ്രയീമിലേക്ക് അയച്ചു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ചെന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ നമുക്ക് ചരിത്രങ്ങളെല്ലാം അറിയാമല്ലോ. ഫറവോന്റെ സ്വപ്നവും ഒക്കെ വിവേചിച്ച് പറഞ്ഞ്, സ്തോത്രം, താൻ അവിടെ ഫറവോന് രണ്ടാമനായി അവിടെയുള്ള സകല ധാന്യ ശേഖരങ്ങളുടെയും സകല പാണ്ഡികശാലയുടെയും അധിപനായി യോസഫ് ഉയർന്നു നിൽക്കുന്നു. സ്തോത്രം.
പ്രിയ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. 30 വയസ്സായപ്പോഴാണ് അവൻ ഫറവോന്റെ മുൻപിൽ നിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, യാക്കോബും മക്കളും ഹല്ലേലൂയ പട്ടിണിയിലാവുന്നതിന് 30 വർഷം മുമ്പേ ദൈവം ഒരു പദ്ധതി അവിടെ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യാക്കോബും മക്കളും പട്ടിണിയാകുക എന്നുള്ള പ്രശ്നം മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ പട്ടിണി മാറുവാനുള്ള ധാന്യം അവർക്ക് കിട്ടിയെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് സുഭിക്ഷമായി ആ രാജ്യത്തെ മിസ്രൈമിൽ പാർത്ത് അവർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ഹല്ലേലൂയ അവസരമാ ദൈവം അവർക്ക് വേണ്ടി മുൻപേ ഒരുക്കിയത്. ഇതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമല്ല ദൈവം തരുന്നത്, ദൈവം ഒരു പെർമനന്റ് സൊല്യൂഷനാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് ഒരു നേരത്തേക്കുള്ള ആഹാരമോ നിനക്കൊരു അല്പ ഹല്ലേലൂയ ധാന്യമോ അല്ല അവൻ തരുന്നത്, നിനക്ക് മൃഷ്ടാന്നം നാളുകളോളം ഭക്ഷിക്കുവാനുള്ളത് ഒരുക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയാ. യാക്കോബും മക്കളും മിസ്രൈമിൽ ചെന്ന് അവിടെ പാർത്ത് അവർക്ക് ഒരിക്കൽ പോലും ഭക്ഷണത്തിന് മുട്ടുണ്ടായില്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മൾ പലരും ഈ രാജ്യത്ത് എങ്ങനെ വന്നെന്നറിയാമോ? നമ്മൾ പലരും ഈ രാജ്യത്ത് ജോലികളിലായത് എങ്ങനെയാണെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി ദൈവം ഇവിടെ ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. യെസ്, നമുക്ക് വേണ്ടി ചില കമ്പനികളെ, ചില ആശുപത്രികളെ, ചില സ്ഥാപനങ്ങളെ ഒക്കെ ദൈവം കണ്ടിരുന്നു. ഹല്ലേലൂയ. നമ്മൾ അവിടെയാണ് ആ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാ ഹല്ലേലൂയ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സ്തോത്രം. എത്ര പേർക്ക് അതൊന്ന് വിശ്വസിക്കുവാൻ കൊണ്ട് കഴിയും? നമ്മൾ താൽക്കാലിക പരിഹാരങ്ങൾ, ഹല്ലേലൂയ, താൽക്കാലികമായ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കാണുമ്പോൾ ദൈവം വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിലുള്ള പരിഹാരം ഉണ്ടാക്കി വെക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് ഇന്ന രാജ്യത്ത് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മക്കൾ ഹല്ലേലൂയ അവർ നല്ല നിലയിലായേനെ, ഹല്ലേലൂയ, ഇന്ന കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ സമ്പന്നനായേനെ. ഹല്ലേലൂയ. അങ്ങനെ ഒന്നും ഹല്ലേലൂയ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. തന്റെ മക്കൾക്ക് ക്ഷാമകാലത്ത് അവരെ ക്ഷേമത്തോടെ പോറ്റാനുള്ള പദ്ധതി ദൈവം ഒരുക്കും. അത് നമ്മൾ ചിന്തിക്കുന്ന പോലല്ല, നമ്മുടെ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ദൈവം അതിനു വേണ്ടി വഴികൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പലരും ചില എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയാതെ മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ പോകാൻ അവരെ ആഗ്രഹിച്ചിട്ടും ഹല്ലേലൂയ അവരുടെ സ്കോർ തികയാതെ അങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന ചിലർ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ഈ വചനത്തിൽ നിന്നൊരു ദൂത് പറയാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ എവിടെയാണോ അവിടെ പോറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില യോസഫുമാരെയും ഹല്ലേലൂയ ചിലരെയും ഒക്കെ ദൈവം നിനക്ക് വേണ്ടി ചിലയിടത്തൊക്കെ ആക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ അറിയാതെ, നീ ചിന്തിച്ചിട്ടില്ലാത്ത, നീ അധ്വാനിച്ചിട്ടില്ലാത്ത ഹല്ലേലൂയ ചില വിഷയങ്ങളുമേൽ അവൻ ചിലരെ ഉത്തരവാദിത്തപ്പെടുത്തി നിന്നെയും നിന്റെ കുടുംബത്തെയും അവൻ പുലർത്തും. ഹല്ലേലൂയ. നീ ആഗ്രഹിച്ചിട്ട് എവിടെങ്കിലും ചെന്നെത്താൻ കഴിഞ്ഞില്ല എന്നോർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രികാലം വചനം ഏറ്റെടുക്ക്. നിന്നെ പോറ്റുന്നവനെ ഒരിക്കലും ഹല്ലേലൂയ കണക്കുകൂട്ടൽ തെറ്റിപ്പോവുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ പാണ്ഡികശാലകൾ മുഴുവൻ ഒഴിഞ്ഞു കിടന്നാലും ഒരു അന്യന്റെ പാണ്ഡികശാല നിനക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു ജാതീയന്റെ ഹല്ലേലൂയ കലവറകൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു ദൂതായിട്ട് ഇന്ന് രാത്രികാലം പ്രിയ സഹോദര സഹോദരി നീ ഏറ്റെടുത്തോ. ചില ശൂന്യതകളെ നോക്കി ഭാരപ്പെടുന്ന ചിലർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. യെസ്, ചിലതിന്മേൽ ഹല്ലേലൂയ നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നില്ല, ചിലത് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല, ചിലത് നിങ്ങൾ ചിന്തിച്ചതുപോലെ നടന്നില്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, എന്റെ മക്കൾ രക്ഷപ്പെട്ടേനെ, നല്ല നിലയിലായേനെ, ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്നവരും ചിന്തിച്ചവരും ഇവിടുണ്ട്. അവരോടെല്ലാം ഞാൻ ചേർത്ത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചൊരു ദൂത് പറയുക. ഇല്ല, നീ ചിന്തിക്കുന്നതല്ല, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിന്റെ ഭാവിയെ ഓർത്ത്, നിന്റെ കുടുംബത്തെ ഓർത്ത് ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അത് ആ ദൈവത്തിന്റെ പദ്ധതി. അത് നിന്റെ ചിന്തയിൽ വന്നിട്ടില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ചിന്തയിൽ അത് നേരത്തെ വന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഒന്ന് ഏറ്റെടുക്കുവാൻ കൊണ്ട് കഴിയും? എ പെർമനന്റ് സൊല്യൂഷൻ. ഇതാ ദൈവത്തിന്റെ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത്. താൽക്കാലികമായ ഒരു സൊല്യൂഷൻ അല്ല, ഒരു പെർമനന്റ് സൊല്യൂഷൻ. യോസേഫിനെ വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അവിടെ അയച്ചു. യോസേഫ് പല പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയിരിക്കാം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവം അവനെ കണ്ടു, ദൈവം അവനെ അവിടെ ആക്കി. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ യാക്കോബിനും മക്കൾക്കും കുടുംബങ്ങൾക്കും അന്നം മുട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം മുഴുവൻ, ഭൂതലം മുഴുവൻ ഒരു
ക്ഷാമം ഉണ്ടായപ്പോൾ പലരും ഹല്ലേലൂയ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരു പ്രൊവിഷൻ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി. സ്തോത്രം ഹല്ലേലൂയ. യാക്കോബിന്റെ സ്വന്തം പുത്രൻ തന്നെ സകല പാണ്ഡികശാലയുടെയും ഹല്ലേലൂയ അതിന്റെ മാനേജറായി മാറുവാനിടയായി. സ്തോത്രം. ഇതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടെ ഈ ദൂതം ഏറ്റെടുക്കാമോ? നീ ചിന്തിക്കുന്നതിനപ്പുറമായി നിന്റെ വിഷയങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട്. ഇതൊന്ന് ആത്മാവിൽ കാണണം. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത് മനസ്സിലാവത്തില്ല. ചിലരോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നീ ചിന്തിച്ച് വശായിരിക്കുകയാണ്. നിനക്കൊരു ഹല്ലേലൂയ മറുപടിയും അല്ലെങ്കിൽ ഒരു ഉത്തരവും വിഷയത്തിന് കാണുന്നില്ലെങ്കിലും ദൈവം അതിന്മേൽ ഒരു വഴി കണ്ടിട്ടുണ്ട്. നീ ദൈവത്തെ പ്രാർത്ഥിച്ച് ആ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ടോ? യെസ്, ദൈവം അതിന്മേൽ ഒരു വഴി കണ്ടിട്ടുണ്ട്. സ്തോത്രം. രണ്ടാമത്തെ ഉദാഹരണം ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണം എന്നും ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് യാക്കോബിന്റെ മരണവും യോസേഫിന്റെ മരണത്തോടു കൂടിയാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ തൊട്ടടുത്ത പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ സ്തോത്രം അതിന്റെ 8-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നു. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ വന്നു. അപ്പോൾ അതുവരെയും യോസേഫിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും അടുത്തുള്ള തലമുറകൾക്കെല്ലാം സുഭിക്ഷമായി തിന്ന് സകല ഹല്ലേലൂയ അവർക്ക് ലഭിക്കേണ്ട ഹല്ലേലൂയ എല്ലാം ലഭിച്ച് അവർ സുഖമായി ജീവിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മളിവിടെ കാണുന്നു യാക്കോബിനെ അറിയാത്ത ഹല്ലേലൂയ ഒരു രാജാവ് അവിടെ വന്നു. അപ്പോൾ ഹല്ലേലൂയ യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ വന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അങ്ങനെ കഠിന വേലകൾ എന്ന് പറഞ്ഞാൽ ഈ ജനം പ്രബലപ്പെട്ട് ഇസ്രായേൽ ജനം അവിടെ പ്രബലപ്പെട്ട് വർദ്ധിക്കുന്ന കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ വെച്ചു. അവരുടെ ജീവിതം കൈപ്പുള്ളതാക്കി തീർത്തു എന്ന് നമ്മൾ താഴോട്ട് വായിക്കുന്നു. എന്ന് മാത്രമല്ല, അവർ വർദ്ധിക്കാതിരിക്കേണ്ടതിന് അവരുടെ എണ്ണം പെരുകാതിരിക്കേണ്ടതിന് സൂതികർമ്മികളോട് പറഞ്ഞു, ഉണ്ടാകുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും ഏത് ഇസ്രായേലിനാണോ ഹല്ലേലൂയ അവനുണ്ടാകുന്ന ആൺകുഞ്ഞിനെ കൊന്നുകളയണം. പക്ഷേ ദൈവത്തെ ഭയന്നതുകൊണ്ട് യഹോവയെ ഭയന്നതുകൊണ്ട് അവരത് ചെയ്തില്ല. അപ്പോൾ അടുത്ത ഉത്തരവ് ഫറവോന്റെ ഹല്ലേലൂയ വായിൽ നിന്ന് വീണു. എന്താണ്? സ്തോത്രം. അതാണ് നമ്മൾ വായിച്ചത്. ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏതാൺ കുഞ്ഞിനെയും ഹല്ലേലൂയ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഫറവോൻ ഉദ്ദേശിച്ചതാണ് സകല ആൺകുഞ്ഞുങ്ങളും നശിച്ചു പോകണം, പെൺകുഞ്ഞുങ്ങൾ മാത്രം ശേഷിക്കണം. അപ്പൊ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ സ്ത്രീകൾ മാത്രമുള്ള ഒരു സമൂഹമായി അവർക്കൊരിക്കലും വളരാൻ കഴിയാതെ അവർ നശിച്ചു പോകുന്ന ഒരു ഹല്ലേലൂയ ജനമായി മാറണം എന്ന് ഫറവോൻ ആഗ്രഹിച്ചു. പക്ഷേ ഹല്ലേലൂയ ദൈവം ഇതിനിടയിൽ നിന്ന് ഒരാളെ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അല്ല 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ ഹല്ലേലൂയ അവിടെ ശ്മശാനമായപ്പോൾ ഒരു മോശയെ ദൈവം ഹല്ലേലൂയ അവിടെ കണ്ടു. ആ മോശയെ നമുക്ക് ആ ചരിത്രങ്ങളെല്ലാം അറിയാം. ആ മോശയെ ദൈവം കണ്ട് ഹല്ലേലൂയ ഏത് ഫറവോനാണോ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കൽപ്പിച്ചത് അവന്റെ ഹല്ലേലൂയ ഭവനത്തിൽ തന്നെ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ തന്നെ അവന്റെ മകളുടെ കുഞ്ഞായി വളരുവാൻ ദൈവം വഴി തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു കഥയായി പലപ്പോഴും അങ്ങനെ വായിച്ച് നമ്മളത് വിട്ടുപോകും. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സകല കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ കൊന്നുകളയുവാൻ ഹല്ലേലൂയ ഉത്തരവിട്ടപ്പോൾ അതിൽ ഒരു കുഞ്ഞിനെ ഉത്തരവിട്ടവന്റെ വീട്ടിൽ തന്നെ വളർത്താൻ ദൈവം പദ്ധതി ഒരുക്കി. പ്രിയമക്കളെ, ഇതാണ് നമ്മുടെ ചില വിഷയങ്ങളുമേൽ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വിട്ടുകൊടുക്ക്. നിന്റെ വിഷയം നീ ദൈവത്തിന് വിട്ടുകൊടുക്ക്. അതിന് എങ്ങനെ മറുപടി വരും, അതിന് എങ്ങനെ പരിഹാരം വരുമെന്ന് ചിന്തിക്കേണ്ട. നീ സ്വപ്നം കാണാത്ത വഴി ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ഒരുപക്ഷെ നീ പ്രശ്നമായി കാണുന്ന ആളെ
കൊണ്ട് തന്നെ നിന്റെ വിഷയത്തിന് അവൻ പരിഹാരം ഉണ്ടാക്കിക്കും. ഒരുപക്ഷെ നിന്റെ സകല വിഷയത്തിന് തടസ്സം നിൽക്കുന്നവളെ കൊണ്ട് തന്നെ നിന്റെ വിഷയത്തിന് പരിഹാരം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഇതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ മോശെ ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ ഈ വിഷയത്തിനെല്ലാം ഒരു പരിഹാരമായി ഈ ജനത്തെ അവിടെ വെച്ച് നശിപ്പിച്ച് കളയുവാൻ, മിസ്രൈമിൽ വെച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയുവാൻ ഫറവോൻ തീരുമാനിച്ചപ്പോൾ അതല്ലായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. ഈ ജനത്തെ മുഴുവൻ അവർക്ക് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ഒരു മോശയെ ദൈവം വീണ്ടെടുത്തു. സ്തോത്രം. എന്റെ ദൂത് ഇവിടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ ദൈവം നമ്മുടെ വിഷയത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഇതൊന്ന് ഏറ്റെടുക്കുവാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകാത്ത തലങ്ങളിലാ ദൈവം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ ഹല്ലേലൂയ പ്രശ്നവും അതിന്റെ പരിഹാരവും, ഫറവോൻ സകലരെയും കൊന്നൊടുക്കുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൊന്നൊടുക്കുവാൻ പ്ലാൻ ചെയ്തപ്പോൾ ദൈവം അവരിൽ നിന്ന് ഒരുവനെ എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ ആ ജനത്തെ ആ ദേശത്ത് നിന്ന് മാറ്റുവാൻ പദ്ധതിയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ വിഷയം നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിലാണ്. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം 14-ന്റെ 10-11 വായിച്ചാട്ടെ. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് മതി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിച്ച് അറിയാവുന്ന ഭാഗങ്ങളാണ് ഇവിടെ. ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നം ഹല്ലേലൂയ പിന്നിലൂടെ വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോനും അവന്റെ കുതിരകളും രഥങ്ങളും അവന്റെ സർവ്വ സൈന്യവും ഹല്ലേലൂയ ഈ ജനത്തെ ഹല്ലേലൂയ കൊല്ലുവാൻ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടു പോകുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഹല്ലേലൂയ അവർ യാത്ര ചെയ്തു. അവർ ഹല്ലേലൂയ ഇവരോട് അടുത്തപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് അടുത്തപ്പോൾ ഇസ്രായേൽ ജനം തലപൊക്കി നോക്കിയപ്പോൾ തങ്ങളെ നേരെ വരുന്ന വലിയ സൈന്യത്തെ അവർ കണ്ടു. സ്തോത്രം. അപ്പോൾ അവർ പറയുന്നതാണ്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടത്? അടുത്ത വാക്യം, നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? ശ്രദ്ധിക്കണമേ, അവർ പറഞ്ഞൊരു പദപ്രയോഗം വളരെ ചിന്തിപ്പിക്കാനിടയായി. മിസ്രൈമിൽ വെച്ച് അവർ ഒരു കാര്യം ഹല്ലേലൂയ മോശയോട് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? എന്താ പറഞ്ഞെന്നറിയാമോ? ഈ അടിമവേല ചെയ്യാൻ ഞങ്ങളെ വിടണം എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടൊന്നും അല്ല പലരും ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചത്. ഇന്ന് പലരും ഹല്ലേലൂയ പെന്തക്കോസിൽ ഇറങ്ങിയതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ അപ്പനും അമ്മയും ഉള്ളത് കൊണ്ട് ഇറങ്ങിയതുപോലെ, പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതുപോലെ, ഹല്ലേലൂയ മോശയുടെ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല താല്പര്യത്തോടല്ല പലരും ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ വിട്ടുപോരാൻ പലർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ദൈവം അതൊന്നും കണക്കാക്കിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർ കിടന്ന് നിലവിളിച്ചതും ഇവിടെ ശവക്കുഴി ഹല്ലേലൂയ മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊണ്ടുവന്നത് എന്നൊക്കെ ഹല്ലേലൂയ പറഞ്ഞതൊന്നും ദൈവം കണക്കൂട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രശ്നം ഹല്ലേലൂയ രൂക്ഷമായപ്പോൾ മോശ പറയുന്ന മറുപടിയാണ് നമ്മൾ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കണ്ടത് ഹല്ലേലൂയ അവരുടെ തലപൊക്കി നോക്കിയപ്പോൾ അവർ കണ്ടത് അവരുടെ പ്രശ്നത്തെയാണ്. എന്നാൽ മോശ ദൈവത്തിന്റെ അഭിഷക്തൻ, അവൻ ഹല്ലേലൂയ തലപൊക്കി നോക്കിയത് ഈ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ദൈവത്തെയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് അവരുടെ പ്രശ്നത്തെ ആണെങ്കിൽ ദൈവഭക്തനായ പുരുഷൻ ഹല്ലേലൂയ മോശ ഹല്ലേലൂയ തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് അതിന്റെ മേൽ വിജയം തരുന്ന ദൈവത്തെയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ പ്രശ്നത്തെ നോക്കി എത്ര നാൾ വിലപിച്ചുകൊണ്ടിരിക്കും? നീ പ്രശ്നത്തെ നോക്കി ഭാരപ്പെട്ടുകൊണ്ട് എത്ര ദിവസം ഇരിക്കും? ഹല്ലേലൂയ. എത്ര നാളിരിക്കും? ഹല്ലേലൂയ. നീ പ്രശ്നത്തെ അല്ല കണ്ടത്, നിന്റെ പ്രശ്നം പരിഹരിക്കുന്ന ദൈവത്തെ നീ കാണണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ മോശ പറയുന്നു,
ഈ കാണുന്ന പ്രശ്നത്തെ ഇനി നീ മേലാൽ കാണുകയില്ല എന്ന് പറഞ്ഞാൽ നിനക്കൊരു പെർമനന്റ് സൊല്യൂഷൻ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നത്തിന് ഒരു പരിപൂർണ പരിഹാരമാണ് തരുന്നത്. ഇവൻ ഒരിക്കലും ഇനി നിന്നെ പിന്തുടരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ മിസ്രൈമ്യർ അവർ രഥങ്ങളും കുതിരകളും അല്ലെങ്കിൽ ഈ പടജനം എല്ലാം കൂടെ അടുത്തു വന്നിരുന്നെങ്കിൽ നല്ലൊരു പങ്ക് ഇസ്രായേൽ ജനവും അവരുടെ കൂടെ മടങ്ങി പോകാൻ റെഡിയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, പക്ഷെ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് ഞങ്ങൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഫറവോന് വീണ്ടും അടിമയാവാൻ, ഹല്ലേലൂയ, മിസ്രൈമിന് അടിമയാവാൻ റെഡിയായിട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞത്, ഇന്ന് കാണുന്ന ഈ മിസ്രൈമിനെ നീ ഇനി മേലാൽ കാണത്തില്ല. നിന്റെ ഉള്ളിൽ എന്നും ഒരു ഭയം ഉണ്ടാവും, ഈ മിസ്രൈമിൻ വരുമോ, ഇനി എന്റെ പുറകെ വരുമോ. അവൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും, മിസ്രൈമിൻ വരാൻ സാധ്യതയുണ്ട്. ദൈവം പറഞ്ഞു, ഇന്ന് നീ മിസ്രൈമിനെ കണ്ടു, ശരിയാ, അവൻ നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്, ശരിയാ, പക്ഷേ നീ അവനെ ഇനി മേലാൽ കാണത്തില്ല. അതാ പരിഹാരം എന്ന് പറയുന്നത്. അവൻ ഒരിക്കലും ഇനി നിന്നെ പിന്തുടരാൻ വരത്തില്ല. അവനെ നീ കാണാത്ത വിധത്തിൽ അവനുമേൽ ഞാൻ ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ വിഷയത്തെ എടുത്ത് നീ മുന്നിലേക്ക് വെക്ക്. എന്നിട്ട് ഈ വാക്യത്തോട് ചേർന്ന് വരാം, ഈ വിഷയം ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച വിഷയമാണ്, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഉറച്ചു നിൽക്കും. ഈ വിഷയം ഇനിമേൽ ഞാൻ കാണുകയില്ല, ഈ പ്രശ്നം എന്റെ നേരെ ഇനി വരികയില്ല. കാരണം എന്റെ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കുവാൻ കൊണ്ട് കഴിയും? യെസ്. നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറ, നിങ്ങളുടെ രോഗത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് പറ, ഈ പ്രശ്നത്തെ ഇനി ഞാൻ മേലാൽ കാണുകയില്ല. ഇതാ ദൈവത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി പ്രശ്നത്തെ നോക്കി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രശ്നത്തെ നോക്കി നെടുവീർക്കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നീ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നീ ആ പ്രശ്നം നോക്കി ഭയപ്പെട്ടു പോകരുത്. രണ്ട്, ഹല്ലേലൂയ, നീ ഉറച്ചു നിൽക്കണം, നീ പിന്മാറരുത്, നീ തിരിഞ്ഞു ഓടരുത്, ഹല്ലേലൂയ, നീ വശങ്ങളിലേക്ക് ഓടരുത്, നീ പരിഭ്രമിച്ചു പോകരുത്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഹല്ലേലൂയ, ഞാൻ ഈ പ്രശ്നത്തെ ഇനി മേലാൽ കാണുകയില്ല എന്നൊന്ന് വാതുറന്ന് പറയണം. സ്തോത്രം. നിന്റെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നീ പറ, എന്റെ ഈ പ്രശ്നം ഹല്ലേലൂയ ഇതിവിടം കൊണ്ട് തീരും, ഹല്ലേലൂയ, ഇതെന്റെ മേൽ, ഇതെന്റെ പിന്നാലെ ഇനിയും വരികയില്ല. എത്ര പേർക്ക് ഏറ്റെടുത്ത് പറയുവാൻ കൊണ്ട് കഴിയും? യെസ്. നിന്റെ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ തോത് നോക്കി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ കൃത്യമായി ഹല്ലേലൂയ മടക്കി കൊടുക്കുന്നവനാണ്. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ മിസ്രൈമ്യർ ഹല്ലേലൂയ രഥങ്ങളും കുതിരകളും ഒക്കെ ആയിട്ട് ഇവരെ പിടിക്കാമെന്നുള്ള മോഹത്തിൽ ധൈര്യത്തോടെ വന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ വരവ് വെള്ളത്തിൽ മുങ്ങിച്ചാകാനാണ് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എങ്ങനെ കണക്ക് വീട്ടിയെന്നറിയാമോ? ഹല്ലേലൂയ ഫറവോൻ ഹല്ലേലൂയ ദേശത്തെ ജനത്തിനൊരു നിയമം കൊടുത്തു. ഹല്ലേലൂയ അവർക്കൊരു റൂൾ പറഞ്ഞു കൊടുത്തു. എന്താ? ഉണ്ടാകുന്ന സകല ആൺകുഞ്ഞിനെയും നൈൽ നദിയിൽ മുക്കിക്കൊല്ലണം. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നത് എങ്ങനെയാണെന്ന് ഫറവോനും അറിയത്തില്ല, ഫറവോന്റെ കൂട്ടർക്കും അറിയത്തില്ല. പക്ഷെ ഒത്തിരി നിരപരാധികളായ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി ഹല്ലേലൂയ മരിച്ചു. ദൈവം അത് കണക്ക് വെച്ച് കേട്ടോ. ഹല്ലേലൂയ കൃത്യം ഫറവോനെയും അവന്റെ കൂട്ടരെയും അതുപോലെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ചു. ഇതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവം ഹല്ലേലൂയ ശത്രുക്കളോട് പ്രവർത്തിക്കുമ്പോഴും കണക്ക് വീട്ടിയാണ് പ്രവർത്തിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നിന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവസന്നിധിയിൽ നേരെ നിൽക്കുന്നവളുമാണെങ്കിൽ, നിന്നെ ആര് ബുദ്ധിമുട്ടിച്ചാലും, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നിന്റെ അയൽവാസി ആയിക്കൊള്ളട്ടെ, നിന്റെ കുടുംബക്കാരനായിക്കോട്ടെ, കണക്ക് വെച്ച് ദൈവം അവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ഏത് വിധത്തിൽ ബുദ്ധിമുട്ടിച്ചോ അത് വെച്ച് തന്നെ അവൻ കൊടുക്കും. സ്തോത്രം. ഞാൻ പലപ്പോഴും പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഹല്ലേലൂയ ഫറവോനോട് ദൈവം ഇത്ര വലിയൊരു കടുത്ത കൈ ചെയ്തത്? സ്തോത്രം. ഇല്ല, അത് ഒട്ടും കടുത്ത കൈയല്ല. കാരണം അവൻ ചെയ്തതും അത് തന്നെയാ. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയ മക്കളെ, എന്റെ വിഷയം ഇതാണ്.
നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നത്തെ നോക്കി ഭാരപ്പെടുന്നവരാണ്, നമ്മുടെ പ്രശ്നത്തെ നോക്കി ഹല്ലേലൂയ നെടുവീർപ്പെടുന്നവരാണ്. പക്ഷേ ദൈവസന്നിധിയിൽ വിഷയം വെക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഒന്ന്, നമ്മൾ ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. പ്രശ്നത്തെ നോക്കി ഭയപ്പെട്ടാൽ നാം അറിയാതെ നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന ഹല്ലേലൂയ പരിഹാരം കാണും. സ്തോത്രം. അതുകൊണ്ട് പ്രശ്നത്തെ നോക്കി ഭയപ്പെടാൻ നമുക്ക് വ്യവസ്ഥയില്ല. ദൈവം പറയുന്നു, പ്രശ്നത്തെ നോക്കി നീ ഭയപ്പെടരുത്. രണ്ട്, നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേലിയർക്ക് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് ഓടാൻ അധികം സാഹചര്യങ്ങളില്ല, വഴികളില്ല. പക്ഷേ സ്റ്റിൽ അവർക്ക് ഓടാമായിരുന്നു. പക്ഷേ മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. സ്തോത്രം. പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പലരും പറയുന്നത് കേട്ട് ഹല്ലേലൂയ പലരുടെയും സാഹചര്യങ്ങൾ നോക്കി പലരുടെയും അഭിപ്രായങ്ങൾ എടുത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നത്തിന് പലപ്പോഴും നമുക്ക് വേണ്ടി വഴി തുറന്നാൽ പിന്നെ ആ പ്രശ്നം ഒരിക്കലും നമ്മെ പിന്തുടരുവാനിടയാകില്ല. ഇന്ന് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നാളുകളായി ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നാളുകളായി ഹല്ലേലൂയ നമ്മൾ അതോടെ അവസാനിച്ചു, ഈ പ്രശ്നം എന്നെ തീർത്ത് കളയുമെന്നൊക്കെ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. അവൻ നിന്റെ വിഷയത്തിന് ഒരു പരിഹാരം തന്നാൽ പിന്നെ ആ പ്രശ്നം നിന്നെ ഒരിക്കലും അലട്ടുകയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ പരിഹരിക്കാൻ നോക്കിയാൽ ഒരിക്കലും അതിനൊരു പൂർണ്ണ പരിഹാരമാവുകയില്ല. ഒരു താൽക്കാലികമായി നമുക്കത് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ദൈവം അതിന് പരിഹാരം വരുത്തുമ്പോൾ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ആകും. ഹല്ലേലൂയ. ദൈവം എന്റെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ധൈര്യത്തോടെ നിൽക്ക്, നിങ്ങൾ ഉറച്ചു നിൽക്ക്. നമ്മുടെ വിഷയം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.